കുരിശിൻ്റെ ഇടയാൾത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ അബ്രാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അമ്മയ്ക്ക് ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ സന്ധ്യാസമ അമ്മയുടെ പാദാമ്പിടത്തിങ്കിലായിരിക്കാൻ ഞങ്ങളെ ഒരുക്കിയല്ലോ ദൈവമേ. സത്യത്തിലും നീതിയിലും ജീവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഓരോ ഭവനങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, സന്ധ്യ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബത്തെ ഏൽപ്പിക്കുകയാണ് ദൈവമേ. കർത്താവെ, ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നാഥനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകില്ലെന്നാണല്ലോ അങ്ങ് കൽപ്പിച്ചിരിക്കുന്നത്. നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ എല്ലാവരും തിരുസന്നിധിയിലെ അണയുന്നത് കർത്താവെ. ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചിരിക്കുകയാണല്ലോ കർത്താവെ. അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചിരിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദാമ്പിടത്തെങ്കിലും മുട്ടുമടക്കുന്ന അമ്മയെ കരുണയോടെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ട് നടത്തണമേ കർത്താവെ. ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവെ, ദൈവത്തെ അറിയാതെ പോകുന്ന ഓരോ ഭവനങ്ങളെ ഏൽപ്പിക്കുകയാണ് കർത്താവെ. കർത്താവെ, വിദ്യാഭ്യാസം കർത്താവെ, പല മേഖലകളിലായിരിക്കുന്ന പല വിധത്തിൽ വേദനകൾ അനുഭവിക്കുന്ന പല മക്കളുമുണ്ട് കർത്താവെ. തെറ്റായ വഴിയിലൊക്കെയും പോയി മനോവിഷമത്താൽ കർത്താവെ ജീവിതം വേണ്ടെന്ന് വെക്കുന്ന യൗവനക്കാരുണ്ട് കർത്താവെ. അവരെയൊക്കെയും സമർപ്പിക്കുകയാണ് ദൈവമേ. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ദൈവമേ. അങ്ങയുടെ അനുഗ്രഹവും കൃപയും ആ മക്കൾക്കൊക്കെ ഉണ്ടാകണേ കർത്താവെ. അവിടുത്തെ പേടിച്ചും ഭയന്നും ജീവിക്കുന്ന മക്കളായിരിക്കട്ടെ കർത്താവെ. കർത്താവെ, എല്ലാവരെയും ഏൽപ്പിക്കുകയാണ് ദൈവമേ. കടഭാരങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ദൈവമേ, മനസ്സമാധാനമില്ലാത്ത എത്രയോ ഭവനങ്ങളാണ് കർത്താവെ. ഫോണിന് അടിമയായ മക്കളുണ്ട് കർത്താവെ. ഗെയിം കളിയിൽ അടിമയായ മക്കളുണ്ട് കർത്താവെ. എല്ലാം വിടുവിച്ചുകൊണ്ട് സൗഖ്യം കൊടുത്ത് നന്മയായിട്ട് ജീവിപ്പാൻ, നല്ലത് ചിന്തിച്ച് നല്ല പാഠം പഠിച്ച് ജീവിപ്പാൻ തക്കവണ്ണമേ അവരെ അനുഗ്രഹിക്കണമേ, സൂക്ഷിക്കണമേ കർത്താവെ. പരസ്പര സ്നേഹത്തിലും ജീവിക്കാനുള്ള കൃപ മക്കൾക്ക് കൊടുക്കണമേ കർത്തരെ. പരിസരവാസികളെയൊക്കെ ഏൽപ്പിക്കുകയാണ്. പരിസരവാസികൾ തമ്മിൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ ചൈതന്യം എല്ലാ കുടുംബത്തിനും കൊടുക്കണേ എന്ന് കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ. വണ്ടി ഓടിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുകയാണ് കർത്താവെ. കർത്താവെ, വണ്ടി ഓടിക്കുന്ന മക്കളെയെല്ലാം സൂക്ഷിക്കണമേ കർത്താവെ. അനുഗ്രഹിക്കണേ കർത്താവെ. ശ്രദ്ധ വിട്ടു പോകാതെ സുരക്ഷിതമായി തന്നെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപകളെല്ലാം യൗവനക്കാർ കർത്താവെ ഏതെല്ലാം രീതിയിലാണ് കർത്താവെ മ്ലേച്ഛമായ രീതിയിലൊക്കെ ഇടപെടുന്നുണ്ട് ദൈവമേ. അവിടെയൊക്കെയും സൂക്ഷിക്കണമേ കർത്താവെ. ദൈവമേ കർത്താവെ, പ്രായമായ അപ്പനെ അമ്മേനെയൊക്കെയും നോക്കുവാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കണമേ കർത്താവെ. അവർക്കൊക്കെയും കൃപ കൊടുക്കണമേ കർത്താവെ. ഒരു അമ്മമാരെ വേദനിപ്പിക്കാനിടയാക്കല്ലേ ദൈവമേ കർത്താവെ. വൃദ്ധസദനത്തിലുള്ള എല്ലാ അമ്മമാരെയും മനസ്സിന് സമാധാനം കൊടുക്കണേ കർത്താവെ. അവരുടെ മനപ്രയാസം പിരിമുറുക്കമൊക്കെ മാറ്റി അവരെ ശാന്തരമാക്കണമേ കർത്താവെ. ശാന്തരായിക്കൊണ്ട് അവർക്ക് അവിടെ ഇടപഴകി പോകാനുള്ള കൃപാവരം എൻ്റെ ദൈവം കൊടുക്കണേ കർത്താവെ. അപ്പനും അമ്മയില്ലാതെ പല അനാഥാലയങ്ങളിലും കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട് ദൈവമേ. അവരെയും എൻ്റെ ദൈവം സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആസ്പത്രിയിൽ വേദന അനുഭവിക്കുന്ന മക്കളുണ്ട് കർത്താവെ. അവരെയും സൂക്ഷിക്കണമേ കർത്താവെ. യേശുവേ നന്ദി. യേശുവേ കർത്താവെ, ലോൺ എടുത്തിട്ട് അടക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് മക്കളുണ്ട് കർത്താവെ. അവർക്കൊക്കെയും അതിനൊരു വഴിയും മാർഗവും എൻ്റെ ദൈവമേ അമ്മ കാണിച്ചു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് അമ്മയ്ക്ക് ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേൻ്റെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മയ്ക്ക് ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.